തല നരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തല നരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. സോളാർ കോഴ, പാവോയിൽ കോഴ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന V.S. Achyutanandan, one of the founding leaders of the Communist Party of India, Marxist, and the former Chief Minister of Kerala. He was born as Velikkagattu Shankaran Achyutanandan in 1923 in Alappuzha district. He entered politics through trade union activities and joined the Party State Congress in 1938. മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, അദ്ദേഹം എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ദേശീയ രംഗത്ത് ഒരു വർഗീയ പാർട്ടിയായ BJP അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ അന്തർദേശീയ ദേശീയ നയങ്ങളെല്ലാം തന്നെ വർഗീയതയിൽ ഘർ വാപ്പസി, കുടുംബത്തിലേക്ക് തിരിച്ചു വരൂ, കുടുംബമെന്ത്, ഹിന്ദു സമുദായം, ഈ തരത്തിലേക്ക് സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബദ്ധകങ്കണമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മതനിരപേക്ഷത എന്നത് ഉയർത്തിപ്പിടിക്കുന്നു എന്നത്, എല്ലാ മതങ്ങളോടും സ്നേഹമസൃണമായ നിലയിൽ സ്നേഹബഹുമാനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഇന്ത്യ രാജ്യത്ത് വളർന്നു വരേണ്ട ഒരു പ്രതിഭാസത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ തിരുമേനിയെ കാണുന്നത്. സർവമതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക എന്ന അങ്ങയുടെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ അങ്ങയുടെ അഭിപ്രായം ഏറ്റവും ശരിയായ ഒന്നാണെന്നാണ് ഞാൻ കാണുന്നത്. അത് സംബന്ധിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഈശ്വരനെ പരിപൂർണമായി മനസ്സിലാക്കിയിട്ടുള്ളവർ ആരുമില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈശ്വരൻ ഇല്ലെന്ന് പറയുന്നവരും ഈശ്വരനെ പറ്റിയുള്ള എൻ്റെ ധാരണ പങ്കിടുന്നില്ലെന്നേ പറയുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ ധാരണയാണ് ഈശ്വരൻ എന്നുള്ള തെറ്റാണ്. എല്ലാവരുടെയും കൂടെ ചേരുമ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണത വരുന്നത്. അതുകൊണ്ടാണ് ഈ അസംബ്ലിയിലൊക്കെ ഒരു ഓപ്പോസിഷൻ ലീഡർ ഈ മുഖ്യമന്ത്രിയുടെ സ്ഥാനമുള്ള ഉണ്ടാക്കിയിരിക്കുന്നത്. ഓപ്പോസിഷൻ ലീഡറും മുഖ്യമന്ത്രിയും കൂടെ യോജിച്ച്, അല്ലെങ്കിൽ വിവിധ പാർട്ടികൾ യോജിച്ച് പറയുന്ന തീരുമാനമാണ് രാജ്യത്തിൻ്റെ നന്മയ്ക്ക്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം. ഇത് പ്രത്യേകിച്ച് ഈശ്വരനെ പറ്റി സാറുമൊക്കെ ഈശ്വര കൺസെപ്ഷനെ
വിശദാംശത്തിലേക്ക് പോകുന്ന ആളല്ല. എന്നാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? മറ്റുള്ളവനെ അംഗീകരിക്കുക. ഇന്ന് എന്നോടൊരാൾ ഒരാൾ എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം, എല്ലാവരും ഒരാളിനു വേണ്ടി ആയിരിക്കണം. അങ്ങനെ മനുഷ്യന് വേണ്ടി ആകുമ്പോൾ മനുഷ്യനിൽ ദൈവത്തെ കാണും. ഇപ്പോൾ സാറിൻ്റെ ഉള്ളിൽ സാറിൻ്റെ പ്രവർത്തികൾ എന്താണ്? കേരളത്തിൽ എവിടെയൊക്കെ അതിക്രമവും അന്യായവും നടക്കുന്നു അത് ചൂണ്ടിക്കാണിച്ച് അതിനെ നീക്കണമെന്ന് പറയുക. അങ്ങനെ അതേ നീക്കുന്ന ആളാണ് ഈശ്വരൻ്റെ പ്രതിനിധി. അതുകൊണ്ട് സാറിൻ്റെ അഭിപ്രായത്തോട് 100% എനിക്ക് യോജിപ്പാണ്. അതായത് മനസ്സിലായല്ലോ. ഒരിക്കലും ഞാൻ സത്യത്തെ മുഴുവൻ്റെയും അവകാശിയാണ് എന്ന് പറയരുത്. നമ്മുടെ കോമ്പസിഷൻ ഓഫ് പാർലമെൻറ്റ് തന്നെ ഓപ്പോസിഷൻ ലീഡറായ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റസാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ ചേർന്നെങ്കിലേ പൂർണ്ണതയിലേക്ക് വരുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഉള്ളവരുടെ ധാരണകൾ, ഇപ്പം സാറിനെ പറ്റി ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായവും സാറിൻ്റെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം സാറിൻ്റെ മകൻ്റെ അഭിപ്രായവും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണ് സാറിനെ പറ്റി നമുക്കൊരു പൂർണ്ണമായ ധാരണ കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇവിടേക്ക് മടങ്ങി വരണം എന്ന് പറഞ്ഞാൽ ഒക്കുകയില്ല. മുൻപ് വിശ്വസിച്ചിരുന്നതെന്ന് മാറി വിശ്വസിക്കേണ്ട കാര്യമുണ്ടായാൽ ചെറുപ്പകാലത്തെ സൂര്യൻ കറങ്ങുകയും ഭൂമി നിൽക്കുകയും ചെയ്യുന്നു എന്ന് പഠിപ്പിച്ചെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് മാറി. പണ്ട് ആറ്റം പൊട്ടിക്കാൻ വയ്യ എന്ന് പറഞ്ഞു, ഇപ്പോൾ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്യം പൂർണ്ണതയിലേക്ക് മനുഷ്യനെ ഗ്രഹിക്കാൻ സാധിക്കണമെങ്കിൽ എല്ലാറ്റിനെയും കൂടെ സ്വീകരിക്കണം. അതുകൊണ്ട് സാറ് പറഞ്ഞ ആ സത്യം ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ക്രിസ്തീയ മതത്തിലാണ് സത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. ദൈവത്തിലാണ്. ദൈവത്തെ എല്ലാ മതക്കാരും ഓരോ രീതിയിൽ അറിയും. ദൈവം ഇല്ലെന്ന് പറയുന്നവരും ദൈവം ഇല്ലെന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് പോലുള്ള ദൈവം ഇല്ലെന്നേ പറയുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരാൾ എല്ലാവർക്കും വേണ്ടി ആയിരിക്കണം, എല്ലാവരും ഒരാളിനു വേണ്ടി ആയിരിക്കണം. അങ്ങനെ മനുഷ്യന് വേണ്ടി ആകുമ്പോൾ മനുഷ്യനിൽ ദൈവത്തെ കാണും. ദൈവത്തെ എല്ലാ മതക്കാരും ഓരോ രീതിയിൽ അറിയും. ദൈവം ഇല്ലെന്ന് പറയുന്നവരും ദൈവം ഇല്ലെന്നല്ല പറയുന്നത്, ഞാൻ പറയുന്നത് പോലുള്ള ദൈവം ഇല്ലെന്നേ പറയുന്നുള്ളൂ. Vajpayee, myself, George Fernandez, Jayaprakash Narayan, all such people, all great men, they were all put behind bars. They should always be above board insofar as relations with other political parties and others are concerned.